നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാന പാതയിൽ കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വട്ടത്താണി സ്റ്റോപ്പിൽ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് സിഗ്നൽ ബോർഡിലേക്ക് ഇടിച്ചുകയറി അപകടം. മലപ്പുറം ചട്ടിപ്പറമ്പ് സ്വദേശികളായ 5 അംഗ കുടുംബമാണ് കാറിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ ജില്ലയിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ 2 ലക്ഷം നേട്ടം കൈവരിച്ച തൃശൂർ കേരള വിഷന് KCCLന്റെ ആദരം. കഴിഞ്ഞ ദിവസം ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന COA സംരംഭക കൺവെൻഷനിലാണ് ബ്രോഡ്ബാൻഡ് ബിസിനസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃശൂർ കേരള വിഷനെ ആദരിച്ചത്. KCCL MD PP സുരേഷ് കുമാർ, ചെയർമാൻ K ഗോവിന്ദൻ എന്നിവർ ചേർന്ന് തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, MD ജയപ്രകാശ്, ഡയറക്ടർമാരായ മോഹനകൃഷ്ണൻ, P ഗോപകുമാർ, KC ജോൺസൺ, RH ഹാരിസ്, ഓം പ്രകാശ്, V സിജോ എന്നിവർക്ക് ഉപഹാരം കൈമാറി. ജില്ലയിൽ 22 സബ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകളിൽ 5 ലക്ഷത്തോളം ഡിജിറ്റൽ ഉപഭോക്താക്കളാണ് തൃശൂർ കേരള വിഷനുള്ളത്. ജില്ലയിലെ മുഴുവൻ സബ് ഡിസ്ട്രിബ്യൂട്ടർ സംവിധാനത്തിലേക്ക് MPLS എന്ന നൂതന സാങ്കേതിക നെറ്റ്വർക്ക് സംവിധാനം ഒരുക്കിയും ജനകീയ പ്ലാനുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയുമാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് ചെയർമാൻ PM നാസർ പറഞ്ഞു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനി ഇന്ത്യയിലെ കുത്തക മുതലാളിത്ത കമ്പനികളുമായി മത്സരിച്ചുകൊണ്ട് 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയ ജില്ല എന്നുള്ള ഖ്യാതി നേടിയിരിക്കുകയാണ്. ഈ കണക്ടിവിറ്റി നേടുന്നതിന് വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെയും കൂടെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി KCCL നടപ്പിലാക്കിയ നവകേരള പ്ലാൻ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. സബ് ഡിസ്ട്രിബ്യൂട്ടർമാരുടെയും ഓപ്പറേറ്റർമാരുടെയും കൂട്ടായ പ്രവർത്തനമാണ് നേട്ടത്തിന് പിന്നിലെന്ന് MD ജയപ്രകാശ് പറഞ്ഞു. ഈ ഒരു വിജയം 2 ലക്ഷം കണക്ടിവിറ്റി എന്നുള്ള ഈ വിജയം നമ്മോടൊപ്പം കൂട്ടായി ഒരുമിച്ചു നിന്ന തൃശൂർ കേരള വിഷന്റെ കീഴിലുള്ള 22 സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നമ്മൾ ഈ നമുക്ക് കിട്ടിയ അംഗീകാരം സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും കൂട്ടായ ഒരു സഹകരണം തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമത്തിൽ നമ്മൾ നേടിയെടുത്ത വിജയത്തിലുണ്ട്. നമ്മുടെ ഇനിയുള്ള ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയെ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാനും നമ്മൾ ഉദ്ദേശിച്ച ആ ടാർഗറ്റിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം കേരള വിഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓണത്തോടനുബന്ധിച്ച് 2.5 ലക്ഷം കണക്ഷൻ കൈവരിക്കുവാനാണ് തൃശൂർ കേരള വിഷന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് CCTV. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ കാർഷിക പ്രദർശന വിപണന മേള സെപ്റ്റംബർ 12, 13, 14 തീയതികളിലായി തൃത്താലയിൽ നടക്കുമെന്ന് മന്ത്രി MB രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ പദ്ധതി പ്രദേശത്ത് വെച്ച് കാർഷിക മേളയുടെ സംഘാടക സമിതി രൂപീകരണവും പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. തൃത്താലയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ 3 വർഷമായി നടപ്പാക്കുന്ന സവിശേഷമായൊരു പദ്ധതിയാണ് സുസ്ഥിര തൃത്താല. സുസ്ഥിര തൃത്താലയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണം, കാർഷിക പുരോഗതി എന്നതാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളെ കൂടി പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ഒരു കാർഷിക പ്രദർശന വിപണന മേള ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 12, 13, 14 തീയതികളിലായി വെള്ളിയാങ്കലിൽ വെച്ച് നടത്തുകയാണ്. നീളാതീരത്ത് വിപുലമായി നടത്തണമെന്നാണ് ഉദ്ദേശിച്ചത്. വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ 3 ദിവസത്തെ ചുരുങ്ങിയ പരിപാടിയായിട്ടാണ് നടത്തുന്നത്. ഈ മേളയിൽ അതിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് മേള നടക്കുന്നത്. കുടുംബശ്രീ സംസ്ഥാന മിഷനാണ്. അതിൽ കാർഷിക രംഗത്തെ നൂതനമായ രീതികൾ പരിചയപ്പെടുത്തുന്ന ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ, വിവിധ യന്ത്രസാമഗ്രികൾ, ഇതൊക്കെ കൃഷിക്കാരിലേക്കും സംരംഭകരിലേക്കും എത്തിക്കുക എന്നതും ഈ മേളയുടെ ഉദ്ദേശമാണ്. കാർഷിക മൃഗസംരക്ഷണ
കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ ആഭിമുഖ്യത്തിൽ തൃത്താലയിൽ നടക്കാനിരിക്കുന്ന കാർഷിക പ്രദർശന വിപണന മേളയുടെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി എം.ബി. രാജേഷ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.പി. റെജീന അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷർഫുദ്ദീൻ കളത്തിൽ, ടി സുഹറ, തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.പി. ശ്രീനിവാസൻ, ടി.പി. മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക അനുബന്ധ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ ഭക്ഷ്യമേളയുമായി കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ ആഭിമുഖ്യത്തിലാണ് വിപുലമായ കാർഷിക പ്രദർശന വിപണനമേള സെപ്റ്റംബർ 12, 13, 14 തീയതികളിലായി തൃത്താലയിൽ സംഘടിപ്പിക്കുന്നത്. വെള്ളിയങ്കല്ല് ഇറിഗേഷൻ പദ്ധതി പ്രദേശത്ത് കാർഷിക മേളയുടെ സംഘാടക സമിതി രൂപീകരണവും പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നൂതന കൃഷിരീതികളെക്കുറിച്ചുള്ള ചർച്ചയും കൃഷിരീതികളെക്കുറിച്ചുള്ള സംവാദങ്ങളും നടത്തുന്നതിനായി നീളാതീരം തയ്യാറെടുക്കുകയാണ്. കൂടാതെ വിവിധ കാർഷിക വിളകളെ പരിചയപ്പെടുത്തൽ, പഴയകാല ഉപകരണങ്ങളുടെ പ്രദർശനങ്ങൾ, നാട്ടറിവുകൾ പങ്കുവയ്ക്കൽ, നാടൻ കൃഷിരീതികളെക്കുറിച്ചുള്ള ചർച്ച, ചെറിയ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ കാർഷിക ഗവേഷണത്തിലെ മുൻനിര സ്ഥാപനങ്ങൾ മുതൽ കാർഷിക മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട കേന്ദ്ര, കേരള സർക്കാരുകളുടെ സ്റ്റാളുകൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങളുടെ സ്റ്റാളുകൾ, കൃഷിവകുപ്പും സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റാളുകൾ, പച്ചക്കറി തുടങ്ങി നടത്തുന്നതിനുമുള്ള ഏകദേശം 50-നടുത്ത സ്റ്റാളുകളാണ് സജ്ജീകരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി തൃത്താലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം കൃഷി, മണ്ണ്, ജലസംരക്ഷണം എന്നിവയാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ കാർഷിക പ്രദർശന വിപണന മേള തൃത്താല പൊലിമ എന്ന പേരിൽ 12, 13, 14 തീയതികളിലായി ഇവിടെ വെള്ളിയാങ്കലിൽ വെച്ച് നടക്കുന്നു. CCTV ന്യൂസ് തൃത്താല. ഗുരുവായൂരിൽ ചരിത്ര മുഹൂർത്തം. ഞായറാഴ്ച ക്ഷേത്രനടയിൽ നടന്ന വിവാഹങ്ങൾ സർവകാല റെക്കോർഡായി 356 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയത്. രാവിലെ 11 മണിയാകുമ്പോഴേക്കും 320 വിവാഹങ്ങൾ നടന്നു. ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്നതുവരെ വിവാഹങ്ങൾ നടത്തി. ഓഗസ്റ്റ് 26 277 വിവാഹങ്ങൾ നടന്നതാണ് റെക്കോർഡ്. ക്ഷേത്രനടയിൽ യാതൊരുവിധ തിരക്കും അനുഭവപ്പെടാത്ത രീതിയിലാണ് വിവാഹങ്ങൾ നടന്നത്. തൊഴാനുള്ള ഭക്തരെ ദീപസ്തംഭത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. ഇതോടെ കിഴക്കേ നടപ്പുരയിൽ വിവാഹ മണ്ഡപങ്ങൾ വരെ ഒഴിഞ്ഞുകിടന്നു. ടോക്കൺ നൽകിയ വിവാഹ സംഘങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം വഴി മണ്ഡപങ്ങൾക്കടുത്തെത്തി. താലികെട്ട് കഴിഞ്ഞവർ ദീപസ്തംഭത്തിന് മുന്നിലൂടെ തെക്കേ നടവഴി പുറത്തിറങ്ങി. തിരക്ക് കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്നത്. സാധാരണ രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന താലികെട്ട് ഞായറാഴ്ച 4 മണിക്ക് ആരംഭിച്ചു. 4 മണ്ഡപങ്ങളിലായി നടത്താറുള്ള താലികെട്ട് ഞായറാഴ്ച 6 മണ്ഡപങ്ങളിലായാണ് നടത്തിയത്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും 120 വിവാഹങ്ങൾ നടന്നിരുന്നു. ക്ഷേത്രനഗരിയിൽ കനത്ത ഗതാഗത ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇന്നർ, ഔട്ടർ റിംഗ് റോഡുകളിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും വൺ വേ ആയിരുന്നു. 100ഓളം പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചത്. കൂടാതെ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വളണ്ടിയർമാരുടെ സേവനവും ഉണ്ടായിരുന്നു. CCTV ന്യൂസ് ഗുരുവായൂർ. കേരള പോലീസ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുകളായി മാറിയെന്നും ക്രിമിനലുകളുടെ നേതാവായ പിണറായി വിജയൻ രാജിവെക്കണമെന്നും തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ നടത്തിയ പൊതുയോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് TM നഹാസ് അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് MP സുബ്രഹ്മണ്യൻ, ജില്ലാ ഭാരവാഹികളായ KP ലിജിത്ത് ചന്ദ്രൻ, സനോജ് കണ്ടലായിൽ, സെക്രട്ടറിമാരായ P മാധവദാസ്, ബാബു നാസർ, നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്ന നരനായാട്ടിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൂറ്റനാട് ഇതുപോലെ ഒരു പ്രതിഷേധ പ്രകടനവും ഈ ധർണയും ഇവിടെ നടക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ സാധാരണ രീതിയിൽ ഒരു പ്രതിഷേധവും പ്രകടനവും ഒക്കെ നടക്കുമ്പോൾ ഇത്രയധികം പോലീസ് ഉണ്ടാകാറില്ല.
ആദ്യം അന്വേഷിച്ചു, ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്ന് അന്വേഷിച്ചു. അപ്പൊ അതല്ല, ഇവിടെ യൂത്ത് കോൺഗ്രസുകാരെ ഇടവേ CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. എല്ലാവർക്കും നീന്തൽ പരിശീലനവുമായി പട്ടാമ്പിയിൽ ഓളം നീന്തൽ പരിശീലന പദ്ധതിക്ക് തുടക്കമായി. മുഹമ്മദ് മോസിൻ MLA നീന്തൽ പരിശീലനത്തിന് തുടക്കമിട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയെ സമ്പൂർണ്ണ നീന്തൽ സാക്ഷരതയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുഹമ്മദ് മോസിൻ MLAയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലന പദ്ധതി ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മുതുതലയിലും പട്ടാമ്പിയിലും 2 പൊതുകുളങ്ങൾ കേന്ദ്രീകരിച്ച് നീന്തൽ പരിശീലനങ്ങൾ ആരംഭിക്കുകയാണ്. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കൊടലൂർ പെരിക്കാട്ടുകുളത്തിൽ നടന്നു. കുളത്തിലെ ആഴപ്പരപ്പിൽ നീന്തിക്കൊണ്ടായിരുന്നു മുഹമ്മദ് മോഹസിൻ MLA പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. വിദഗ്ധരായ പരിശീലകരെ നിയോഗിച്ചുകൊണ്ടാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും നീന്തൽ പരിശീലനത്തിനുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നത്. നീന്തൽ അറിയാത്തവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പട്ടാമ്പി മണ്ഡലത്തിൽ ഇത്തരമൊരു പദ്ധതിയുമായി MLA രംഗത്തെത്തിയത്. പട്ടാമ്പി മണ്ഡലത്തിൽ സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓളം എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുക, കാരണം മുങ്ങിവരണ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആദ്യം ഇതിൽ നീന്തൽ പഠിപ്പിക്കുക, അതിനുശേഷം കുറച്ചുകൂടി സുരക്ഷിതത്വം ഉറപ്പാക്കി മറ്റുള്ളവരെ രക്ഷിക്കാനും ഒക്കെ എന്ത് ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി പഠിപ്പിക്കുക. ഇതിൽ കഴിവുള്ള കുട്ടികളെ അവരുടെ ഈ മേഖലയിൽ കഴിവ് തെളിയിക്കാൻ സാധ്യതയുള്ള കുട്ടികളെ പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് ഈ മേഖലയിൽ പ്രൊഫഷണലാക്കി മാറ്റുക എന്ന വലിയൊരു ഉദ്ദേശം കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാവർക്കും നീന്തൽ സാക്ഷരത ഉറപ്പുവരുത്താനുള്ള യത്നത്തിനാണ് ഇന്ന് ഇവിടെ ഈ പെരിക്കാട്ട് കുളത്തിൽ വെച്ച് തുടക്കം കുറിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. സ്വിമ്മിംഗ് കോച്ച് ഇന്റർനാഷണൽ മെഡലിസ്റ്റ് വി ടാർബു മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഓണക്കിറ്റ് വിതരണത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലുള്ളവർക്കുമാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുക. തേയില, ചെറുപയർ, സേമിയ പായസം മിക്സ്, നെയ്യ്, കശുവണ്ടി പരിപ്പ്, വെളിച്ചെണ്ണ, സാമ്പാർ പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറുപയർ, തുവരപ്പരിപ്പ്, പൊടിയുപ്പ് എന്നീ 13 ഇനങ്ങളടങ്ങിയ കിറ്റുകളാണ് ഈ വർഷം വിതരണം ചെയ്യുക. മഞ്ഞ കാർഡുടമകൾക്ക് പുറമെ വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളിലെ 2 റേഷൻ കടകളിലുള്ളവർക്കും കിറ്റ് സൗജന്യമായി നൽകും. സപ്ലൈകോ ഗോഡൌണുകളിൽ നിന്നും സാധനങ്ങൾ നിറച്ച കിറ്റുകൾ വിതരണത്തിനായി റേഷൻ കടകളിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെള്ള, നീല റേഷൻ കാർഡ് ഉടമകൾക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ അരി ഓണത്തിന് വിതരണം ചെയ്യുന്നതിനും ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. 5,87,691 AAY കാർഡുകൾക്കുൾപ്പെടെ സംസ്ഥാനത്താകെ 6,07,691 കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. 5 ദിവസം കൊണ്ട് കിറ്റ് വിതരണം പൂർത്തിയാക്കും. CCTV ന്യൂസ്, കേച്ചേരി. പട്ടാമ്പിയിൽ ഗണേശോത്സവം സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഗണേശോത്സവം നടത്തിയത്. ഗണേശ നിമജ്ജന ഘോഷയാത്രയും ഉണ്ടായിരുന്നു.
കലാമണ്ഡലത്തിലെ ഇപ്പോഴത്തെ അധികാരികൾ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് മുൻ കലാമണ്ഡലം രജിസ്ട്രാർ. കലാമണ്ഡലത്തിലെ അഴിമതിക്കും ദുർനയങ്ങൾക്കുമെതിരെ പ്രസംഗിച്ചതിനാണ് തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നതെന്നും മുൻ രജിസ്ട്രാർ ഡോക്ടർ ഗ്രാമപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു. 17 വർഷം മുൻപത്തെ ഓഡിറ്റ് തടസ്സം കുത്തിപ്പൊക്കിയാണ് തുടരെ നോട്ടീസ് അയക്കുന്നത്. 18% പലിശ സഹിതം 30,000 രൂപ തിരിച്ചടപ്പിക്കുമെന്നാണ് കത്തിലെ ഭീഷണി. കോൺഗ്രസ് ഭരണകാലത്ത് പോലും എടുക്കാത്ത നടപടിയാണ് തനിക്ക് നേരിടേണ്ടി വരുന്നതെന്ന് ഡോക്ടർ NR ഗ്രാമപ്രകാശ് പറയുന്നു. ഈ ഓഡിറ്റ് തടസ്സം നിലനിൽക്കെ അവകാശപ്പെട്ട ലക്ഷങ്ങൾ വരുന്ന UGC ശമ്പള കുടിശ്ശികയും കഴിഞ്ഞ 6 വർഷം EB അംഗമെന്ന നിലയിൽ TA-യും DA-യും വാങ്ങിയതാണ്. അന്നൊന്നുമില്ലാത്ത റിക്കവറി നടപടി തന്റെ വായടപ്പിക്കാനാണെങ്കിൽ അത് നടക്കില്ലെന്ന് ഗ്രാമപ്രകാശ് പറഞ്ഞു. കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. പലപ്പോഴും അവർക്കൊക്കെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരുപാട് വിഷയങ്ങൾ അവർക്കുണ്ടാകും. കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ വിഷയങ്ങളുണ്ടാകാം. പക്ഷെ തുറന്നു പറയുന്ന ആളെ അവർ വിളിച്ച് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ എന്നെ സ്വന്തമായിട്ട് നേരിട്ടൊരു പരിപാടി എന്ന രീതിയിൽ ഇത് മറ്റുള്ളവരെ അറിയിക്കേണ്ട ആളുകളെയൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇവർ ഈ കത്ത് നിരന്തരം അയക്കുന്നത് നിർത്തുകയും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ. അതിൻ്റെ സ്ഥാപകനായ വള്ളത്തോളിൻ്റെ സമാധിയിൽ വള്ളത്തോൾ ജന്മദിനമായ ഒക്ടോബർ 16 ഉപവസിക്കുക എന്നുള്ളത്. അതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. നോട്ടീസ് പിൻവലിച്ചില്ലെങ്കിൽ ഒക്ടോബർ 16 വള്ളത്തോൾ ജന്മദിനത്തിൽ ഉപവാസമിരിക്കും. ഇപ്പോഴത്തെ രജിസ്ട്രാർ ഓഡിറ്റ് ഒബ്ജക്ഷൻ വകവയ്ക്കാതെയും സർക്കാർ അനുമതി ഇല്ലാതെയും മാസം തോറും 3 വർഷമായി 70,000-ലേറെ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം ഓഡിറ്റ് തടസ്സങ്ങൾ ജനങ്ങളുടെയും സർക്കാരിന്റെയും കോടതിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, തളി. എക്സൈസിനെ കണ്ട് ഭയന്ന് പുഴയിൽ ചാടിയ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. വല്ലപ്പുഴ സ്വദേശി 17 വയസ്സുള്ള സുഹൈറാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കുലുക്കല്ലൂർ ആനക്കൽ നരിമടയ്ക്ക് സമീപത്തു നിന്നും 17 വയസ്സുകാരൻ പുഴയിൽ ചാടിയത്. പട്ടാമ്പി എക്സൈസ് സംഘം ഇവിടെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് യുവാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടം ചിതറി ഓടിയത്. ഇതിൽ 8 പേരെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഇവരിൽ 4 പേരിൽ നിന്നും 4 കിലോ കഞ്ചാവും പിടികൂടിയിരുന്നു. 4 പേർക്കെതിരെ കേസും എടുത്തിരുന്നു. തുടർന്ന് രാത്രിയോടെയാണ് എക്സൈസിനെ കണ്ട് 2 പേർ പുഴയിൽ ചാടി വിവരം അറിയുന്നത്. ഒരാൾ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾ വീട്ടിലെത്തി വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഒരാൾ കൂടി പുഴയിൽ അകപ്പെട്ടതായുള്ള വിവരം ലഭിച്ചത്. വല്ലപ്പുഴ സ്വദേശി കളത്തിൽ ഷംസൂന്റെ മകൻ സുഹൈറിനെയാണ് കാണാതായത്. തുടർന്ന് ശനിയാഴ്ച രാവിലെ മുതൽ പുഴയിൽ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ ഫലമുണ്ടായില്ല. ഞായറാഴ്ച രാവിലെയാണ് ചുണ്ടമ്പറ്റ മാറ്റമംഗലം ഭാഗത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് ചെർപ്പശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.